അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം വീട് പണി പെട്ടെന്ന് പൂർത്തിയാകാൻ നാം എന്താണ് ചെയ്യേണ്ടത്, ഇസ്ലാം എന്താണ് പഠിപ്പിച്ചത്, അതാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീടുണ്ടാക്കുക. നല്ലൊരു വീടുണ്ടാക്കി ഭാര്യയും മക്കളുമായി സന്തോഷത്തിൽ കഴിഞ്ഞുകൂടണമെന്ന് ആഗ്രഹിക്കാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മനുഷ്യനിക്ക് നല്ലൊരു വീടുണ്ടാക്കാൻ സാധിച്ചു, അതുപോലെ തന്നെ നല്ല സ്വാലിഹത്തായ ഭാര്യയെ കിട്ടി, നല്ല സ്വാലിഹത്തായ മക്കളെയും ലഭിച്ചു, നല്ല ഒരു മനസ്സിനും ശരീരത്തിനും സമാധാനമുള്ള നല്ല ജോലിയുണ്ട്, നല്ല ഒരു വാഹനമുണ്ട്, എങ്കിൽ അവന് ദുനിയാവിൽ വിജയിച്ചവനാണ്. ഇസ്ലാം ഒരിക്കലും നല്ലൊരു വീടുണ്ടാക്കി താമസിക്കുന്നതിനോ നല്ല ജോലി ചെയ്യുന്നതിനോ നല്ല ശമ്പളം വാങ്ങുന്നതിനോ ഇസ്ലാം ഒരിക്കലും എതിരല്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം നല്ലൊരു വീടുണ്ടാക്കാൻ ഉദ്ദേശിക്കുമ്പോൾ നാം ആദ്യം എന്ത് ചെയ്യണം? എത്രയോ ആളുകൾ, ധാരാളം ആളുകൾ ഇടക്കിടക്ക് പറയുന്ന ഒരു വിഷമമാണ്, ഉസ്താദേ ഞാൻ വീടുണ്ടാക്കാൻ തുടങ്ങി എത്രയോ കാലമായി, ഒന്നും പൂർത്തിയായി കിട്ടുന്നില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പോൾ ഇസ്ലാം പഠിപ്പിച്ച റൂട്ട് നാം അനുസരിച്ച് ചെയ്താൽ, റസൂലുള്ളാഹി നമ്മോട് പഠിപ്പിച്ചു തന്ന ആ വഴി സ്വീകരിച്ചാൽ നമ്മുടെ കാര്യങ്ങളൊക്കെയും എളുപ്പമായി നമുക്ക് തോന്നും, എളുപ്പമായി കിട്ടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് അംറു ബിൻ ഹുറൈസ് എന്ന സ്വഹാബി വന്നു പറഞ്ഞു, നബിയെ, ഞാനൊരു വീടുണ്ടാക്കാൻ പോകുന്നു, ഞാൻ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അത് എനിക്ക് എളുപ്പത്തിൽ പൂർത്തിയായി കിട്ടാൻ ഞാൻ തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തത്, നീ വീടുണ്ടാക്കാൻ പോകുമ്പോൾ നീ ആദ്യം ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിച്ച് തുടങ്ങുക, എങ്കിൽ അതിൽ നിനക്ക് വിജയമുണ്ട്. പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് പറഞ്ഞത്? വസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, നിങ്ങൾ ക്ഷമ കൊണ്ടും നിസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. നിങ്ങൾ എന്തോ ഒരു നല്ല കാര്യം നിങ്ങൾ തുടങ്ങാൻ പോകുമ്പോൾ, ആരംഭിക്കാൻ പോകുമ്പോൾ അതിൽ 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അതിൽ നിങ്ങൾക്ക് വിജയമുണ്ട്. അതിൽ ആളുകളും ഇക്കാര്യം ശ്രദ്ധിക്കാത്തവരാണ്. ഒരു വീട് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്, ഇക്കാര്യം ശ്രദ്ധിക്കുന്ന ആളുകൾ കുറവാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇസ്ലാം പഠിപ്പിച്ച, ഖുർആൻ പഠിപ്പിച്ച, റസൂലുള്ളാഹി പഠിപ്പിച്ച ആ വഴികൾ സ്വീകരിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി തരും. അള്ളാഹു എളുപ്പമാക്കി തരട്ടെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രിയപ്പെട്ടവർ, നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുല്ലു അംരിൻ ദീബാലിൻ ഔ ഖലാമിൻ ദീബാലിൻ ലാ യുഫ്തഹു ബിദിക്രില്ലാഹി ഫഹുവ അബ്തറും എന്നൊരു ഹദീസ് കാണാം. നിങ്ങൾ എന്ത് നല്ല കാര്യം തുടങ്ങുകയാണെങ്കിലും, എന്തൊരു നല്ല സംസാരം നിങ്ങൾ സംസാരിക്കുകയാണെങ്കിലും അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിന്റെ പേര് പറയാതെയാണ് നിങ്ങൾ തുടങ്ങിയതെങ്കിൽ ഫഹുവ അബ്തറും, അതിലത്ര വിജയമുണ്ടാകൂല, അതിലത്ര നിങ്ങൾ വിചാരിച്ചതുപോലെ അത് പൂർത്തിയാകൂല എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം. അപ്പോൾ ഒരു നല്ല കാര്യത്തിലേക്ക് നാം തുടങ്ങുമ്പോൾ 2 റക്അത്ത് നിസ്കരിച്ച് റബ്ബിനോട് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു തുടങ്ങിയാൽ അതിലാണ് വിജയമുള്ളത്. അത് വീടാണെങ്കിലും, അതുപോലെ തന്നെ കച്ചവടം തുടങ്ങുകയാണെങ്കിലും, അതുപോലെ തന്നെ മക്കളെ അയക്കുമ്പോഴും മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, പറയാനുണ്ട്, അതിലൊക്കെയും ഈ 2 റക്അത്ത് നിസ്കരിച്ച് അതുപോലെ തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ, റബ്ബിനോട് ദുആ ചെയ്ത് തുടങ്ങിയാൽ അതിനാണ് വലിയ വിജയമുള്ളതെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മഹാന്മാരായ നമ്മുടെ മഹത്തുക്കൾ ധാരാളം വഴികൾ നമ്മുടെ കാര്യങ്ങളൊക്കെയും എളുപ്പമായി തീരാൻ, വീട് പണി തുടങ്ങുമ്പോൾ അതൊക്കെ നമുക്ക് എളുപ്പമായി കിട്ടാൻ ധാരാളം വഴികൾ വേറെയും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ 2 വഴികൾ സൂറത്തുൽ അൻആം, ആ സ്ഥലത്ത് വീടിലേക്ക് കുറ്റടിക്കുന്ന ആ സ്ഥലത്ത് വെച്ച്, അതുപോലെ തന്നെ വീടിന് കട്ടില വെക്കുമ്പോൾ ആ സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ പുരയിൽ വെച്ചോ എവിടെ വെച്ച് ഓതിയാൽ അതിനും വലിയ വിജയമുണ്ടെന്ന് പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ കഴിയുന്ന ആളുകൾ വീട് പണി കുറ്റടിക്കുമ്പോൾ, കട്ടില വെക്കുമ്പോൾ 4444 സ്വലാത്തുന്നാരിയ ഓതി തീർത്താൽ അവൻ അറിയാത്ത നിൽക്കത് എളുപ്പമാക്കി കിട്ടും. അവന്റെ വീടാണെങ്കിലും, വീട് എന്ത് നല്ല കാര്യമാണെങ്കിലും അത് അവനിക്ക് എളുപ്പമായി കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ധാരാളം വഴികൾ ഇസ്ലാമോട് പഠിപ്പിക്കുന്നു, മഹാന്മാര് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴികളൊക്കെയും സ്വീകരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വീടില്ലാത്ത ആളുകൾക്ക് നല്ല വീടുണ്ടാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വീട് പണി പകുതിയിലായ ആളുകൾക്ക് അത് പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള വഴികളെല്ലാം അള്ളാഹു കാണിച്ചു കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.